നേപ്പാളിലേക്ക് നമുക്ക് നേരിട്ട് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല. നമുക്ക് മധ്യപ്രദേശ് വരെ പോയിട്ട് അവിടെ നിന്ന് അടുത്ത ദിവസമാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മധ്യപ്രദേശിൽ ഇറങ്ങണം. ഇത്രാസി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം. നമുക്ക് കിട്ടിയിരിക്കുന്നത് കേരള എക്സ്പ്രസ്സിനാണ്. വൈകിട്ട് 4:45 ആലുവയിലെത്തുന്ന കേരള എക്സ്പ്രസ്സിനാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബുക്കിങ് കിട്ടിയിരിക്കുന്ന സീറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RAC എന്ന് പറയുന്ന സീറ്റാണ്. അതിൽ തന്നെ ഒരു സീറ്റിൽ 2 പേരിരിക്കണം, സൈഡ് സീറ്റിൽ 2 പേരിരിക്കണം. അങ്ങനെയാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. സ്ലീപ്പറാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. 3 days എങ്കിലും വേണമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. എങ്കിലും ഈ സ്ലീപ്പർ നമ്മുടെ അടുത്തുള്ളവരൊക്കെ കംഫർട്ടായ ആളുകളായിരുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ കേരള എക്സ്പ്രസ് ആയതുകൊണ്ട് ഡൽഹിക്ക് പോകുന്നവരായിരിക്കും ഉണ്ടാവുക കൂടുതലും. അപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. 33 മണിക്കൂർ നമ്മൾ ട്രെയിനിലിരുന്നു. എന്നിട്ട് രാത്രി 3:30 നമ്മൾ ഭോപ്പാലിലെത്തിയത്. ഭോപ്പാൽ അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നമ്മൾ ഫ്രഷായി നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ ഒന്ന് ക്ലോക്ക് റൂമിൽ വെക്കണം. ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ സിറ്റി കാണണം. 1 മണിക്കൂർ 30 രൂപ നിരക്കിൽ നമ്മൾ 3 ബാഗ് ക്ലോക്ക് റൂമിൽ വെച്ചു. അതിന് ശേഷം ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. ആദ്യം ബിംബേഡ്ക കേവ് ഷെൽട്ടറിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം.